ഹായ് അങ്ങനെ അടുത്തൊരു വ്യാഴം വെള്ളി ദിവസം വന്നെത്തിയിരിക്കുകയാണ്. ഇന്ന് വ്യാഴാഴ്ചയാണ്, ജൂൺ മാസം 12-ാം തീയതി. അപ്പോൾ ജൂൺ മാസം 12, 13 തീയതികളിൽ തിയേറ്റർ റിലീസുകൾ ഏതൊക്കെയെന്നുള്ളതാണ്. ഇന്ന് തിയേറ്റർ റിലീസ് ചെയ്തതും നാളെ തിയേറ്റർ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതുമായിട്ടുള്ള സിനിമകൾ ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇന്നും നാളെയായിട്ട് 12ഓളം റിലീസുകളാണ് ഇന്നും നാളെയായിട്ട് തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അതിൽ പിന്നെ 6ഓളം മലയാള സിനിമകൾ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ സിനിമകളാണ് നമുക്ക്. അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ളത് ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. സെക്കൻഡ് ചാൻസ് ആണ് സിനിമയുടെ പേര് വരുന്നത്. ജൂൺ മാസം 13-ാം തീയതി, അതായത് നാളെ വെള്ളിയാഴ്ച ഈ സിനിമ തിയേറ്റർ റിലീസ് ചെയ്യുന്നതാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ എന്നാണ് അറിയാൻ കഴിയുന്നത്. അടുത്തത് ഒരു റൊമാൻറ്റിക് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. മെറ്റീരിയലിസ്റ്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. മെറ്റീരിയലിസ്റ്റ്. ഈ ഒരു സിനിമ ക്രിസ് ഇവാൻസ് ഒക്കെയാണ് സിനിമയുടെ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. ജൂൺ മാസം 13-ാം തീയതി, അതായത് വെള്ളിയാഴ്ച ഈ സിനിമ നാളെ സിനിമ റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ഒരു അഡ്വഞ്ചർ ഫാൻറ്റസി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ലൈവ് ആക്ഷൻ മൂവിയാണ്. ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ എന്ന് പറയുന്ന സിനിമ. ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ടാണ് ഈ ഒരു സിനിമ ജൂൺ മാസം 13-ാം തീയതി, അതായത് വെള്ളിയാഴ്ച നാളെ തിയേറ്റർ റിലീസ് തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തത് ബെല്ലേറിന ദ വേൾഡ് ഓഫ് ജോൺ വിക്ക് എന്ന് പറഞ്ഞ സിനിമയാണ്. ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ജോൺ വിക്കിൻ്റെ ഒരു സ്പിൻ ഓഫ് മൂവി കൂടിയാണ് ഈ ഒരു സിനിമ എന്നുള്ളത്. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് ഈ ഒരു സിനിമ ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തിട്ടുണ്ട്. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അടുത്ത സിനിമ ഒരു ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ റിച്വൽ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ജൂൺ മാസം 13-ന്, അതായത് നാളെ വെള്ളിയാഴ്ച ഈ സിനിമ ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത ഒരു ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തമിഴ് മൂവിയാണ്. ഹോളോകോസ്റ്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. മലയാളികളാണ് ഈ സിനിമയിൽ പ്രധാന വേഷങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളതും ഇതിന് അണിയറ പ്രവർത്തകരൊക്കെ ആയിട്ടുള്ളത്. ജയകൃഷ്ണൻ, ചാർമിള, നന്ദനുണ്ണി എന്നിവരാണ് പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. തമിഴ് ഭാഷയിലാണ് ഈ ഒരു സിനിമ, ഈ ഒരു ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ നാളെ തിയേറ്റർ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. അടുത്ത ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാള മൂവിയാണ്. ഈ വലയം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. രേവതി സുമംഗലി സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. ജൂൺ മാസം 13-ാം തീയതി പുതുമുഖങ്ങളൊക്കെ അണിനിരക്കുന്ന ഈ ഒരു സിനിമ നാളെ തിയേറ്റർ റിലീസിന് തയ്യാറെടുക്കുകയാണ്. അടുത്തത് ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. PDC അത്ര ചെറിയ ഡിഗ്രി അല്ല എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമയും നാളെ ജൂൺ മാസം 13-ാം തീയതിയാണ് തിയേറ്റർ റിലീസിന് തയ്യാറെടുക്കുന്നത്. ബിനു പപ്പു, ജോണി ആൻ്റണി എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. അടുത്ത റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാള സിനിമയാണ്. നേരറിയും നേരത്ത് എന്ന് പറയുന്ന സിനിമ. അഭിരാം രാധാകൃഷ്ണനൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഈ ഒരു സിനിമയും നാളെ, അതായത് ജൂൺ മാസം 13-ാം തീയതിയാണ് തിയേറ്റർ റിലീസിന് തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്ത ഒരു ഹൊറർ മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാള സിനിമയാണ്. ദ പ്രൊട്ടക്ടർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഷൈൻ ടോം ചാക്കോ, മണിക്കുട്ട എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്ന സിനിമ നാളെ, അതായത് ജൂൺ മാസം 13-ാം തീയതിയാണ് തിയേറ്റർ റിലീസിന് തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് ബന്ധുമിത്രാദികൾ എന്ന് പറയുന്ന സിനിമ. വാഴയ്ക്ക് ശേഷം ആ കൂട്ടുകെട്ടിൽ വരുന്ന ഒരു സിനിമ കൂടിയാണ്. അനശ്വരാജൻ, ജോമോൻ ജ്യോതിർ, സിജു സണ്ണി എന്നിവരൊക്കെയാണ് സിനിമ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഈ സിനിമ ജൂൺ മാസം 13-ന്, അതായത് നാളെയാണ് തിയേറ്റർ റിലീസിന് തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു വലിയൊരു പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ്. ഒരു ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് റോന്ത് എന്ന് പറഞ്ഞ സിനിമ. റോന്ത് ഷാഹി കബീർ എഴുതി സംവിധാനം ചെയ്ത സിനിമയാണ്. ഷാഹി കബീറാണ് ഈ സിനിമയുടെ ഒരു കാത്തിരിക്കാനുള്ളൊരു വക നൽകുന്ന ഒരാൾ എന്നുള്ളത് ഷാഹി കബീറാണ്. പിന്നെ ദിലീഷ് പോത്തൻ, റോഷൻ മാത്യു ഇവരാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. ജൂൺ മാസം 13-ാം തീയതി, അതായത് നാളെയാണ് ഈ സിനിമയും തിയേറ്റർ റിലീസിന് തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകൾക്കാണ് നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. എത്രയും സിനിമകളാണ് തിയേറ്ററിൽ ഇന്നും നാളെയായിട്ട്. ഇന്നൊരു സിനിമ മാത്രം റിലീസ് ചെയ്തുള്ളൂ. ബെല്ലേറിന എന്ന് പറഞ്ഞ സിനിമ, ദ വേൾഡ് ഓഫ് ജോൺ വിക്ക് എന്ന സിനിമ. ബാക്കി 11 സിനിമകളും നാളെയാണ് തിയേറ്റർ റിലീസ് ചെയ്ത് തയ്യാറെടുക്കുന്നത്. അതിൽ 6 സിനിമകളും മലയാള സിനിമകളാണ്. അപ്പോൾ ഏതൊക്കെ സിനിമകളാണ് നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.